പ്രിയപ്പെട്ടവരെ, വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. ആദ്യമേ പറയട്ടെ, ഞാനൊരു ധ്യാനഗുരുവോ സുവിശേഷകനോ ഒരു ദൈവശാസ്ത്രജ്ഞനോ അല്ല. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു എന്ന് ചോദിച്ചാൽ എൻ്റെ ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ വളരെ പ്രത്യേകമായി നിരന്തരമായ തകർച്ചകളിലൂടെ, പ്രയാസങ്ങളിലൂടെ, എത്ര പ്രാർത്ഥിച്ചിട്ടും ശരിയാകാത്ത അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർക്ക് എൻ്റെ ജീവിതാനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ പറയുക എന്ന ലക്ഷ്യത്തോടെയാണ്. ആദ്യമേ പറയട്ടെ, ഇങ്ങനെ നിരന്തരമായ തകർച്ചകൾ, മറ്റുള്ളവരുടെ മുൻപിൽ അനുഗ്രഹിക്കപ്പെടാത്ത അവസ്ഥയിൽ വേദനിച്ച് കഴിയുന്നവരോട് പറയട്ടെ, ഞാനും സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയതിൻ്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ, നമ്മൾ പരിശോധിച്ച് നോക്കേണ്ട ഏതാനും കാര്യങ്ങളുണ്ട്. ഞാൻ അനീതിയുടെ ബന്ധനത്തിലാണോ? മറ്റുള്ളവർ, എനിക്ക് ചുറ്റിനുമുള്ളവർ, ഇടവക, സഭ, ബന്ധുമിത്രാദികൾ ചെയ്യേണ്ട നന്മ ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഈ അവസ്ഥയിൽ എത്തിയത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. മാതാപിതാക്കളുടെ, സഹോദരങ്ങളുടെ സഹായമില്ലായ്മ, തെറ്റായ തീരുമാനം, ധനികർ, എൻ്റെ ചുറ്റിനുമുള്ള ധനികർ സഹായിക്കാത്ത അവസ്ഥ, എനിക്കൊരു ജോലി മേടിച്ചു തരാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനൊരു ജോലി മേടിച്ചു കൊടുക്കാൻ സാധിക്കുന്ന വ്യക്തി അത് ചെയ്യാതിരുന്നത് കൊണ്ടാണ് ഞാനിത് അനുഭവിക്കുന്നത് എന്ന അനീതിയുടെ ബന്ധനം നമ്മളിലുണ്ടോ? അപ്പം അവരോട് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടെങ്കിൽ ഇത് കൃപയ്ക്ക് തടസ്സമാണ്. അതിൻ്റെ അർത്ഥം അവർ ചെയ്യേണ്ട നന്മ ചെയ്യാതിരിക്കുന്നത് ശരി, ന്യായീകരിക്കുന്നു എന്നുള്ളതല്ല, അത് തെറ്റ് തന്നെയാണ്. പക്ഷേ അത് എന്നെ മുറിപ്പെടുത്തുന്നുണ്ട് എങ്കിൽ, ഞാനത് ചുമന്നുകൊണ്ട് നടക്കുന്നുണ്ട് എങ്കിൽ, അത് ഞാൻ അനീതിയുടെ ബന്ധനത്തിലേക്ക് പോകും. രണ്ടാമത്തെ കാര്യമാണ് നീതീകരണത്തിൻ്റെ ആത്മാവ്. ഞാൻ ഓർമ്മ വെച്ച കാലം മുതലേ മറ്റുള്ളവർക്ക് നന്മയേ ചെയ്തിട്ടുള്ളൂ. എൻ്റേതല്ലാത്ത കാരണങ്ങളാൽ ഞാൻ സഹിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കർത്താവേ, ഞാൻ നിനക്കറിയാമല്ലോ, ഞാൻ പാപിയും ബലഹീനനുമാണ്, ബലഹീനയാണ്, എന്നിട്ടും ഞാൻ സമ്മതിച്ചല്ലോ, എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പറ്റുന്ന നന്മയല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ, എന്നിട്ടും എനിക്ക് അഭിവൃദ്ധി കിട്ടുന്നില്ലല്ലോ. ഇങ്ങനെ പ്രാർത്ഥനയിൽ നീതീകരണത്തിൻ്റെ അവസ്ഥ ഉള്ളിൽ കിടന്ന് കളിക്കുന്നുണ്ട് എങ്കിൽ അതും കൃപയ്ക്ക് തടസ്സമാണ്. അനീതിയുടെ ബന്ധനവും നീതീകരണത്തിൻ്റെ പ്രവർത്തനങ്ങളും. അടുത്തതാണ് പ്രാർത്ഥനയിലെ മനോഭാവം. വളരെ ഗൗരവത്തോടെ ഞാനും നിങ്ങളുമൊക്കെ പരിശോധിച്ച് നോക്കേണ്ടതാണ്. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. അവൾ നന്നാകാൻ, അവൾ കൃപ കൊണ്ട് നിറയാൻ, അവൻ കൃപ കൊണ്ട് നിറയാൻ, അപ്പൻ കൃപ കൊണ്ട് നിറയാൻ, അമ്മ നിറയാൻ, സഹോദരൻ നിറയാൻ ആണോ ഞാൻ പ്രാർത്ഥിക്കുക? എൻ്റെ പ്രാർത്ഥനയിലെ മനോഭാവം ചുങ്കക്കാരൻ്റെയും പരിസേയൻ്റെയും പ്രാർത്ഥനയിലെ പോലെ, ചുങ്കക്കാരൻ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്നു, പരിസേയൻ നീതീകരിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിലെ മനോഭാവത്തിൽ നീതീകരണമുണ്ടോ? മറ്റൊന്നാണ് പ്രാർത്ഥനയുടെ ലക്ഷ്യം. എൻ്റെ പ്രാർത്ഥനയുടെ ലക്ഷ്യം ഒന്നാം പ്രമാണ ലംഘനമാണോ? വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയാൻ പറ്റും. ഒന്നാം പ്രമാണ ലംഘനം എന്ന് പറഞ്ഞാൽ സമൃദ്ധിയുടെ സുവിശേഷമാണോ എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? എൻ്റെ ആത്മീയ ജീവിതം, എൻ്റെ പള്ളിപ്പോക്ക്, പ്രാർത്ഥന, ത്യാഗം എല്ലാം സമൃദ്ധിക്ക് വേണ്ടിയാണോ? എന്തെങ്കിലും കിട്ടുന്നതിന് വേണ്ടിയാണോ ഞാൻ ദൈവത്തെ സേവിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്? ഇപ്പം നമുക്കറിയാം, ഈ സമൃദ്ധിയുടെ സുവിശേഷം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ പിശാച് സമീപിച്ചിട്ട് പറയുന്നുണ്ട്, നീ വിശക്കുന്നില്ലേ, അപ്പമുണ്ടാക്കി ഭക്ഷിക്ക്. നീ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമല്ലേ, അല്പം സമൃദ്ധിയൊക്കെ വേണ്ട, ഇത് മുഴുവൻ എൻ്റെതാ, ഒന്ന് കുമ്പിട്ട് ആരാധിച്ച് ഞാൻ തരാം, ഒരടയാളം അത്ഭുതമൊക്കെ ഒന്ന് കാണിച്ച് 4 പേര് നിന്നിൽ വിശ്വസിക്കട്ടെ. അപ്പം ഇങ്ങനെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി, പേരിന് പ്രശസ്തിക്ക് വേണ്ടി, ദൈവം കോപിക്കാതിരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനയുടെ ലക്ഷ്യം കാര്യസാധ്യമാണോ, നീതീകരണമാണോ എന്ന് ചിന്തിക്കണം. വീണ്ടും ഇനി നിരന്തരം പ്രാർത്ഥിച്ചിട്ടും കേൾക്കുന്നില്ലെങ്കിൽ പരിശോധിച്ച് നോക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായത്, കർത്താവ് പറഞ്ഞല്ലോ ധനികനായ യുവാവിനോട്, നിനക്കെല്ലാം ഉണ്ട്, പക്ഷെ നിനക്കൊരു കുറവുണ്ട്. അപ്പം എന്നിൽ എന്തെങ്കിലും കുറവുണ്ടോ? നീ നിൻ്റെ സമ്പത്ത് ഒരു ദരിദ്രന് കൊടുക്കുക. അപ്പം എനിക്ക് ഒന്നാം സ്ഥാനം ദൈവത്തിന് തന്നെയാണോ? കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്നതിനാണോ? എവിടെയാണ് എൻ്റെ കുറവ് എന്ന് കണ്ടെത്താൻ പറ്റണം. മറ്റൊന്ന്, യാക്കോബ പുസ്തകം പഠിപ്പിക്കുന്നുണ്ട്, ചോദിച്ചിട്ടും കിട്ടുന്നില്ലെങ്കിൽ തെറ്റായവ ചോദിക്കുന്നത് കൊണ്ടാണ്. 3, ഹെബ്രായ ലേഖനം പഠിപ്പിക്കുന്നുണ്ട്, നീ മക്കളായിരിക്കുന്നവരെ കർത്താവ് ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. ദൈവം അനുവദിക്കുന്ന ശിക്ഷണമാണോ? യോഹന്നാൻ ക്രൂസ് പിതാവും തൻ്റെ കർമ്മലമലയേറ്റം ഇരുണ്ട രാത്രി എന്ന പുസ്തകത്തിൽ ഇത് പഠിപ്പിക്കുന്നുണ്ട്. ദൈവഹിതമല്ല, ദൈവം ശിക്ഷണം നൽകുന്നതാണോ? മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കുന്നത് പോലെ ശിക്ഷണമാണോ? കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുകയും മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. മറ്റൊന്നാണ്, ഇത് ദൈവഹിതമാണോ? പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം, ഈ മദ്യപാനി, ഈ തകർച്ച, ഈ പാപത്തിൻ്റെ ബന്ധനത്തിൽ ഞാൻ കിടന്ന് അലയുകയാണ്, എന്നെ രക്ഷിക്കണമേ. അതല്ല എങ്കിൽ ഈ മദ്യപാനിയെ ഞാൻ ചുമക്കുകയാണ്, ഈ തകർന്ന കുടുംബത്തെ ഞാൻ ചുമക്കുകയാണ്, എനിക്ക് സാധിക്കുന്നില്ല, കഴിയുമെങ്കിൽ ഈ പാനപാത്രം അകന്നു പോകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ദൈവഹിത നിവൃത്തിക്ക് വേണ്ടിയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ഈ വക കാര്യങ്ങൾ ഒരു കാരണവശാലും നമ്മൾ സ്വമേധയാ ഉറപ്പാക്കരുത്. മറിച്ച്
നല്ല സ്പിരിച്വൽ കൗൺസിലേഴ്സിനെ കണ്ട് സഭയിൽ അംഗീകാരമുള്ള ജീവിതത്തിൻ്റെ സാക്ഷ്യമുള്ള ഗിഫ്റ്റഡ് കൗൺസിലിംഗ് അല്ല, സ്പിരിച്വൽ കൗൺസിലേഴ്സിനെ കണ്ട് ഈ കാര്യങ്ങൾ അവരുമായി ആലോചിച്ച് ഇതിൽ നമ്മളൊരു വ്യക്തത വരുത്തണം. എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടാണോ, ദൈവഹിതമാണോ, തെറ്റായവ ചോദിക്കുന്നത് കൊണ്ടാണോ, കർത്താവ് അനുവദിക്കുന്ന ശിക്ഷണമാണോ, ഈ വക കാര്യങ്ങൾ നല്ല സ്പിരിച്വൽ ഫാദേഴ്സിനെ കണ്ട് നമ്മൾ ഉറപ്പുവരുത്തണം. അവസാനമായി പറയട്ടെ, അതിനുശേഷം പിന്നീടാണ് പ്രാർത്ഥന വരുന്നത്. അപ്പോൾ എന്താണ് പ്രാർത്ഥിക്കുക? സ്വാഭാവികമായും നിന്റെ ഹിതം നിറവേറണമേ എന്ന് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ. കൃപയ്ക്ക് വേണ്ടിയായി മാറും പ്രാർത്ഥന. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ, എൻ്റെ ശരീരത്തിലൊരു പിശാചിൻ്റെ മുള്ള്, ഇത് മാറാൻ ഞാൻ പ്രാർത്ഥിച്ചു. കർത്താവ് മറുപടി പറഞ്ഞു, നിനക്ക് എൻ്റെ കൃപ മതി. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് കർത്താവ് യേശു ക്രിസ്തുവിൽ പാപമോചനവും രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. കൃപയുടെ സമൃദ്ധിക്കൊത്താണ്, കൃപയാണ്, ദാനമാണ് രക്ഷ. അതുകൊണ്ട് കർത്താവ്, നീ നിർത്തിയെടുത്ത് നീ ആഗ്രഹിക്കുന്നത് പോലെ നിൽക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് ഈ വസ്തുതകൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. കാരണം നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി മുൻകൂട്ടി ദൈവമൊരുക്കിയ സൽപ്രവർത്തികൾക്കായി ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഈ തകർന്ന കുടുംബത്തെ താങ്ങുവാൻ, ഈ തകർന്നു പോയ വ്യക്തിയെ താങ്ങുവാൻ എന്നെ ക്രിസ്തു വിളിച്ചിരിക്കുന്നു, വേർതിരിച്ചിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവിലേക്ക് വരുമ്പോൾ സഹനത്തിൽ കൃപയൊഴുകും. അപ്പം ഈ കൃപ കൊണ്ട് നിറയുവാൻ പൗലോസ് അപ്പോസ്തലൻ നിറഞ്ഞതുപോലെ, അപ്പോസ്തലന്മാർ നിറഞ്ഞതുപോലെ കൃപ കൊണ്ട് നിറയുവാനാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും ധാരാളം പ്രാർത്ഥനകൾ നടത്തും, പക്ഷേ പ്രാർത്ഥിക്കേണ്ടത് ആദ്യം അവനവന് വേണ്ടി തന്നെയാണ്. കർത്താവ് ചോദിച്ചില്ല, 1 മണിക്കൂറെങ്കിലും എന്നോടൊപ്പം ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചുകൂടെ? അവിടുന്ന് പ്രാർത്ഥിച്ചപ്പോൾ വേർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി മാറി. അവനവന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ മറന്നു പോകുന്നു. കാരണം ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശമാകുവാനാണ്. അപ്പോൾ അതിലേക്ക് എന്ത് വേണം? കൃപ ലഭിക്കണം. പിതാവേ, ലോകത്തിൽ നിന്ന് ഇവരെ എടുക്കണമേ എന്നല്ല, ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളണമേ എന്നാണ് കർത്താവ് പ്രാർത്ഥിച്ചത്. അപ്പം നമ്മുടെ പ്രാർത്ഥനയും ഈ പറയുന്ന പീഡകളിൽ ദുഷ്ടനിൽ വീണുപോകാതെ കർത്താവെ കൃപ തരണമേ. എന്നിട്ട് ഈ വക കാര്യങ്ങളെല്ലാം പരിശോധിച്ച് നോക്കിയതിന് ശേഷം അനീതിയുടെ ബന്ധനം, നീതീകരണത്തിൻ്റെ ആത്മാവ്, അതോടൊപ്പം തന്നെ പ്രാർത്ഥനയിലെ മനോഭാവം, എന്തെങ്കിലും കുറവുണ്ടോ, കർത്താവ് ദൈവഹിതമാണോ, ശിക്ഷണമാണോ, തെറ്റായവ ചോദിക്കുന്നത് കൊണ്ടാണോ, ഇവയെല്ലാം ഒരു ആത്മീയ പിതാവിൻ്റെ മേൽനോട്ടത്തിൽ ആത്മശോധന ചെയ്ത് കൃത്യമാക്കിയാൽ മാത്രമേ നിരന്തരമായ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് കൃപയിലേക്ക് വളരുവാനും സഹനത്തിൻ്റെ അർത്ഥം കണ്ടെത്തുവാനും സാധിക്കുകയുള്ളൂ. അതല്ലാതെ നിരന്തരമായി ഇങ്ങനെ വാജ്യമായി പ്രാർത്ഥിക്കുകയോ നിരന്തരമായി വചനം എഴുതി മാത്രം പ്രാർത്ഥിക്കുകയോ ചെയ്താൽ കാര്യം സാധിക്കാതെ വന്നാൽ വിശ്വാസത്തിൽ വീണുപോകും. അതേസമയം ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ, കർത്താവെ കൃപ തരണമേ, ഞാൻ നിൻ്റെ സൃഷ്ടിയാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നീ നിർത്തിയെടുത്ത് നിൽക്കുവാനുള്ള കൃപ തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ കൃപ ലഭിക്കും. കൃപ ലഭിച്ചാൽ പ്രശ്നത്തിന് മുകളിൽ ജീവിക്കും. പ്രാർത്ഥിക്കുന്നവർക്കും പ്രാർത്ഥിക്കാത്തവർക്കും ഒരുപോലെ പ്രശ്നമുണ്ട്. പ്രാർത്ഥിക്കുന്ന വ്യക്തി പ്രശ്നത്തിന് മുകളിൽ ജീവിക്കുമ്പോൾ പ്രാർത്ഥിക്കാത്ത വ്യക്തി പ്രശ്നങ്ങളെ ചുമന്നുകൊണ്ട് നടക്കും. ഇതാണ് വ്യത്യാസം. അപ്പോൾ പ്രാർത്ഥിച്ചാൽ കൃപ ലഭിക്കും. അപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് കൃപയുടെ നിറവിന് വേണ്ടിയാണ്. ഒരു വ്യക്തിബന്ധത്തിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ വളരണം. അപ്പം നിരന്തരമായ തകർച്ചകൾ പോകുന്ന വ്യക്തികൾ ഇങ്ങനെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിയുമായി നമുക്ക് അടുപ്പമുണ്ടാകും. അപ്പോൾ കാര്യം സാധിച്ചാലും ഇല്ലെങ്കിലും അവിടുത്തെ പിടിച്ചു നിർത്തിക്കൊണ്ട് ആത്മശോധനാപരമായി പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ തീർച്ചയായും പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ മേൽ കൃപ വന്ന് നിറയും. കൃപ നിറയുമ്പോൾ സഹനം ദൈവീകമായ സ്വർഗീയമായ ഫലം പുറപ്പെടുവിക്കുന്ന സഹനമായി മാറും.